ഒന്നും പറയാം, ഞാൻ പിന്നെ വോയിസ് കൊടുത്തു. അതെ, അത് പറയാം. വോയിസ് അതാണ് ശരിയാകും, നമുക്ക് നോർമലായിട്ട് ശരിയാകും. എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേര് ഒന്ന് ബീച്ചിലേക്ക് പോകുന്നത്. ഏത് ബീച്ച് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഗസ്റ്റ് ഹൗസിനടുത്തുള്ള ബീച്ച് ആൻഡ് ലൈറ്റ് ഹൗസ്. അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത്. മുഴുവനായിട്ട് കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, വരൂ. അങ്ങനെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തി മക്കളെ. ആ കാണുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. ഇടത് ഭാഗത്ത് ലൈറ്റ് ഹൗസിൻ്റെ ഗേറ്റാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഗേറ്റ്. അവിടുന്ന് പാസ് എടുക്കുക 20 രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക് രൂപ. ഇത് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത്, നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നതാണ്. നേരെ പോയിട്ടാകുമ്പോൾ വലത്ത് വശത്താണ് ഗസ്റ്റ് ഹൗസ്. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ബീച്ച് പാർക്ക്. ഇത് നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു നമ്മളെ MP-ൻ്റെ വണ്ടി നിർത്തിയിട്ടുണ്ട്, കണ്ടോ. ഇവിടെയാണ് മന്ത്രിമാരും ആൾക്കാരൊക്കെ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ ഇടതുവശത്താണ് ലൈറ്റ് ഹൗസ് കാര്യങ്ങൾ. അതിലൊക്കെ ഈ വീഡിയോയിൽ കാണാം. നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഈ ബീച്ചിലേക്ക്, ഈ പാർക്കിലേക്ക് കയറണമെങ്കിൽ 20 രൂപയാണ് ഒരാൾക്ക്, കണ്ടോ. നമ്മളങ്ങനെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഇവിടെയെല്ലാം വൈകുന്നേരങ്ങൾ ഏത് സമയത്ത് വന്നാലും, രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. ഈ ബീച്ചും ആസ്വദിച്ച് ഐസ്ക്രീമും ചായയും അതും ഇതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാം ശ്രദ്ധിക്കണം. അറിയിപ്പ് ബോർഡുണ്ട്, പരിസരം മലിനമാക്കരുത് എന്നൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഈ മതിലിനോട് ചേർന്ന് ഇടത് വശത്ത് ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നത്. ഇത് ലൈറ്റ് ഹൗസിൻ്റെ ഇടത് ഭാഗത്താണ് കാണുന്നത്. ഈ നമ്മൾ ഗസ്റ്റ് ഹൗസും കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ നേരെ ബീച്ചിലേക്ക് എത്തും. നേരെ തന്നെ പോയേക്കറേ നേരെ കടലിലേക്ക് അങ്ങ് താണു പോകും. അതുകൊണ്ട് ഇവിടുന്ന് ഇടതോട്ടേക്കും വലതോട്ടേക്കും പോകാം. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അപ്പുറം. പക്ഷേ ഇടത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ട്. ഈ സൈഡിലേക്കൂടെ അങ്ങനെ പോകാം, ആസ്വദിച്ച് പോകാം. ഞാനിവിടെ കണ്ട് ഒരു നെഗറ്റീവ് കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ കയറിയ പാട് ഈ സൈഡിലുള്ള കമ്പിയില്ലേ, വേലി ഇരുമ്പിൻ്റെ ഒക്കെ തുരുമ്പ് പിടിച്ച് നാശകോശമായിട്ടാണ് ഉള്ളത്. ഒന്ന് കാലിനെ കൊണ്ട് ചവിട്ടി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ കാണിച്ചു തരാം. അത് നേരെ കാണുന്നത് പയ്യാമ്പലം കടപ്പുറമാണ്. ക്രോസായിട്ട് കല്ലെല്ലാം ഇട്ടിട്ട് കണ്ട, അത് പയ്യാമ്പലം കടപ്പുറത്തെ ഒരു കടൽപ്പാലം പോലത്തെ സംഭവമാണ്. അവിടെയെല്ലാം അടിപൊളിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കമ്പീൻ്റെ ഇത് കണ്ട, തുരുമ്പ് പിടിച്ചിട്ട് ഒന്ന് ചിരണ്ടിയിട്ട് പെയിൻ്റ് അടിച്ചിരുന്നെങ്കിൽ എന്ത് മനോഹരമായിരിക്കും. ഇതെല്ലാം വളരെ ഡേഞ്ചറാണ്. ഇതെല്ലാം കുട്ടികളെല്ലാം മുതിർന്നവരായാലും അവിടെ ചാരി നിൽക്കുമ്പോൾ കഷ്ടകാലത്തിനങ്ങാട്ട് പൊട്ടിയിട്ടുണ്ട് താഴെയായി പോകും. ഇതെല്ലാം അധികാരികളൊന്നും കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ഒന്നെടുത്തത്. ഇത് അധികാരികളിലേക്ക് എത്തിക്കുക. കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ചിട്ടാണ് ഉള്ളത്, പൊളന്ന് വന്നിട്ടാണ് ഉള്ളത് ഈ കമ്പികൾ. അത് എനിക്ക് തോന്നുന്നില്ല അത് ഇനി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അത്ര ബലവത്തായിട്ട് നിൽക്കുന്നത്. കാരണം അത്രയും തുരുമ്പെടുത്തിട്ടുണ്ട് എല്ലാം മൊത്തം. ഈ 20 രൂപ മേടിക്കുന്നുണ്ടല്ലോ ഒരാളുടെ അടുത്തുനിന്ന്, അത്രയും പൈസ വേണ്ടല്ലോ, അത്രയും ആൾക്കാർ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പെയിൻറ്റ് കാര്യങ്ങളിൽ അടിച്ച് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും. നാളെ ഒരു കാലത്ത് ഇത് അപകടം വന്ന് സംഭവിച്ച് ആർക്കെന്തോ പറ്റി കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാവരും കണ്ണ് തുറക്കൊള്ളും. അത്രയും ഡേഞ്ചറാണ്. നോക്കട്ടെ, നേരെ താഴെ പാറയാണ്, പിന്നെ കടലാണ്, ഒന്നും ചിന്തിക്കണ്ട. പിന്നെ അപ്പം ആ വേലി വളരെ അപകടം പിടിച്ച നിലയിലായിപ്പോവും കുറേ കൂടി കഴിയുമ്പോൾ. അതുകൊണ്ട് ഇപ്പോഴേ അത് മെയിൻ്റെനൻസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു. വൈകുന്നേരം ഇതൊക്കെ കണ്ട ഒരു കൃഷ്ണപ്പരുന്ത് കണക്കായിട്ട് വന്നിട്ടുണ്ട്. ആ സൂര്യനും എന്തൊരു മനോഹരമല്ലേ ആ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നുണ്ട്, നമ്മളിങ്ങനെ ആസ്വദിക്കുക. അപ്പോൾ താഴെ മത്സ്യത്തിനെ പിടിക്കുന്നുണ്ട്, മീനിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സ്ഥിരം ആൾക്കാരായിരിക്കും, അവരതിലേക്കൂടി ഇറങ്ങി പോകേണ്ട വഴികൾ അവർക്കും അറിയുള്ളൂ.
അവരെ ഇറങ്ങിപ്പോകും. നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കില്ല, ഇറങ്ങുകയില്ല. അപകടം പിടിച്ച സ്ഥലത്ത് നമ്മളെന്തിനാണ് നിരോധിത മേഖലയിൽ ഇറങ്ങാൻ പാടില്ല. നമ്മൾ അതിക്രമിച്ച് കയറുന്നത് മോശം പരിപാടി. അങ്ങനെ ആ സൈഡിലേക്കൂടെ നടന്നു വരുമ്പോൾ കണ്ടോ കണ്ണൂരിലെ ലൈറ്റ് ഹൗസ്. അടിപൊളിയാ മക്കളെ. ഇതിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഭൂരിഭാഗം കണ്ണൂർ നഗരത്തിൻ്റെ ഭൂരിഭാഗം കാണാം. അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇത് 6 മണി വരെ ഉള്ളൂ ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസ് നമ്മൾ കണ്ട് ആസ്വദിച്ച് ആനന്ദിച്ച് ഇതിൻ്റെ പിറകിൽ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. നിങ്ങൾ എത്ര പേര് കണ്ടു? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും അവിടെ സന്ദർശിക്കുക. കണ്ണൂർ വരുന്നവർ മറ്റു ജില്ലക്കാരും കണ്ണൂർ ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കൂട്ടർക്കെല്ലാം ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം. പയ്യാമ്പലം പാർക്ക് മാത്രമല്ല, കണ്ണൂരിൽ ഇവിടെയും ഇങ്ങനെയൊക്കെ സ്ഥലമുണ്ട്. അറിയാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഇതെല്ലാം കാണാം. ലൈറ്റ് ഹൗസ്, ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്താണ് ഈ ലൈറ്റ് ഹൗസും ഈ പാർക്കും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അകത്തേക്ക് കയറാൻ 20 രൂപയാണ്. ഒക്കെയുണ്ട്. ഇതിൻ്റെ പാർക്ക് വരെയുണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നല്ലൊരു അന്തരീക്ഷമാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ രാത്രി 8 മണി വരെ നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാം. 8 മണി വിൽക്കാന്ന് നടക്കുക. രാവിലെ 8 മണി മുതൽ പ്രവേശനമാണ്. ഓക്കെ. ഈ വഴിയുണ്ട്. ഈ വഴിയിൽ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഗേറ്റ് ഉണ്ട്. താഴേക്ക് ഇറങ്ങേണ്ടി. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇത് അടച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, വളരെ ഡേഞ്ചറായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് അടച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആരും അതിക്രമിച്ചിട്ട് കയറരുത്. കണ്ട പണ്ട് ഇറങ്ങുന്നുണ്ടാവും, പക്ഷേ ഇനി അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ഓക്കെ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ കുട്ടികളുടെ നമുക്ക് ഐസ്ക്രീം വേണ്ടി കഴിക്കുക, ഐസ്ക്രീം, ചായ, മറ്റുള്ള അത് ഇതൊക്കെ കഴിക്കാനെല്ലാം ഉണ്ട്. ഇവിടെ ആനന്ദകരമാക്കാം. വൈകുന്നേരങ്ങളിൽ വന്നിട്ട് കടലും നോക്കി സൂര്യനും നോക്കി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ശാന്തസുന്ദരമായ സ്ഥലമാണ് ഇത്. എല്ലാവർക്കും അറിയുമെന്നറിയില്ല. അപ്പോൾ കണ്ണൂരിലുള്ളവർക്ക് തന്നെ അറിയുമെന്നറിയില്ല അല്ലേ, എനിക്ക് തോന്നുന്നത്. പക്ഷേ അനവധി ആൾക്കാർ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം അറിയപ്പെട്ട് വരുന്നുണ്ട്. ഇഷ്ടംപോലെ കമിതാക്കളാണ് വരുന്നത്. കുടുംബ ഫാമിലിയും എല്ലാം വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ വരുക, ആസ്വദിക്കുക. പയ്യാമ്പലത്തിന് പുറമെ ഈ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് എല്ലാവരും എത്തിച്ചു കൊടുക്കുക. ഓക്കെ. അങ്ങനെ ഈ പാർക്കിൻ്റെ നമ്മളെ ഇങ്ങ് ഏറ്റവും ലാസ്റ്റ് എത്തി. ഇവിടെ ഞാൻ ഒരു സംഭവം കണ്ടിട്ടുണ്ട്, ഒരു അത്ഭുതം. അത് ഞാൻ പറഞ്ഞുതരാം. വലിയ കാണാൻ നിങ്ങൾക്ക് എന്താണെന്ന്. അപ്പോൾ ഈ എൻഡിൽ ഒരു കാടാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇഷ്ടംപോലെ കമിതാക്കൾ വന്നിട്ട് ഇവിടുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് എന്നല്ല, അവരെന്താ പറയണ്ടല്ലോ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഈ സ്ഥലത്തുനിന്ന് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് വരുന്നത് ഇത്. അപ്പോൾ ഇവിടുന്ന് അവർക്ക് അവരുടേതായ ലീലാവിലാസങ്ങളിൽ ഏർപ്പെടാം. അത് വളരെ തെറ്റായ കാര്യമാണ്. ഒരിക്കലും അങ്ങനത്തെ ഇതുകൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ എൻ്റെ ജീവിതം എന്ന് എഴുതിയിട്ട് കണ്ട്. ആരോ എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്നവർ എഴുതിയതായിരിക്കും. യൂട്യൂബ് ചാനൽ എൻ്റെ ജീവിതം എന്ന് ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക്. കണ്ട ഇവിടെ ലാസ്റ്റ് എഴുതിയത് തന്നെ എൻ്റെ ചാനലിനെ അറിയുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. വളരെ നന്ദി എഴുതിയ ആൾക്ക്. പിന്നെ മറ്റൊരു സംഭവം കണ്ട്, ഇഷ്ടംപോലെ വേസ്റ്റ് ഇട്ടിട്ട്, പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക്കിൻ്റെയും പിന്നെ തിന്ന വേസ്റ്റെല്ലാം ഇട്ടിട്ടുണ്ട് ബീച്ചിൻ്റെ സൈഡിൽ. വളരെ മോശമുള്ള കാര്യമാണ് അത്. നമ്മളിന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പരിസ്ഥിതി മലിനമാക്കരുത് അല്ലേ. അതിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ വേസ്റ്റ് ബോക്സിൽ ഇടുക. പ്ലാസ്റ്റിക് മാലിന്യമായാലും വേസ്റ്റ് ഭക്ഷണ പദാർത്ഥങ്ങളായാലും എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇടണം. അത് ഇഷ്ടംപോലെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഇതിലേക്കൂടി പറയാൻ കാരണം. നമ്മൾ പാർക്കിലെല്ലാം കയറുമ്പോൾ അതിൻ്റേതായ പ്ലാസ്റ്റിക് ബോക്സുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റെല്ലാം ഇടേണ്ടത് അതിൻ്റെ അകത്ത് ഇടുക. നോക്കുന്നു, ഇഷ്ടം പോലെയുണ്ട്. എന്താ ചെയ്യുക, എല്ലാവരും ഒരുപോലെ ആണെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. നമ്മൾ മലിനമാക്കരുത്. കടലായാലും പരിസ്ഥിതിയായാലും എന്തെന്നായാലും മറ്റുള്ളവർക്കും കൂടി ദ്രോഹമാകും, പ്രകൃതിക്കും ഒരു ദോഷമാകും എന്ന് വിചാരിച്ച് എല്ലാവരും അതിൻ്റേതായ ബോക്സിൽ നിക്ഷേപിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് ചാനൽ. ഓക്കെ, താങ്ക് യു.